ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നിലയ്ക്കൽ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള പ്രോഡക്ട്സ്, അത് പലർക്കും പരിചിതമായിരിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പലരും പലപ്പോഴും വീടിൻ്റെ പല വർക്കിനും, അതായത് നമ്മുടെ വെൽഡിംഗ് സംബന്ധമായിട്ടുള്ള വർക്കുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപകാരപ്പെടുന്ന കുറച്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കാരണം നിങ്ങൾക്ക് ഇതിൽ ഒരു പരിചയക്കുറവുണ്ടാവും. അത് ചിലപ്പോൾ വെൽഡ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിനും ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് അറിയത്തുണ്ടാവില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത്. ഏതായാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. വരും. നമ്മള് കൂടുതലും ഈ ഗേറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകും. അപ്പം ഉദാഹരണത്തിന്, ഓക്കെ, നമ്മുടെ ഗേറ്റിന്റെ ഒരു പിടി ഇപ്പൊ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഐറ്റത്തിനെ നമ്മുടെ ടൈറ്റാനിക് മാട്ടി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഗേറ്റ് തുറക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലയിടത്തും ഗേറ്റ് ഇങ്ങനെ തിരുക്കി തുറക്കുന്ന സാധനം, ഇതിനെ ടൈറ്റാനിക് മാട്ടി എന്ന് പറയും. അപ്പം ഇത് തന്നെ പല സൈസിലുണ്ട്. ഇതിപ്പോ ഒരു വലിയ സൈസിലുള്ള സാധനമാണ്. അതെ, ഇതിന്റെ ചെറിയ സൈസ് വരുന്നുണ്ട്, അതിനെക്കാട്ടി കുറച്ചുകൂടെ മീഡിയം സൈസ് വരുന്നുണ്ട്. അപ്പം ഇതിനെ നമ്മൾ ടൈറ്റാനിക് മാട്ടി എന്നാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗേറ്റ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും തള്ളി വിടുന്നത്. അപ്പം അതിൽ നമ്മൾ അടിയിൽ ഒരു വീല് യൂസ് ചെയ്യും. അപ്പം നോർമലി ഒരു ഗേറ്റ് നീങ്ങി പോകാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്, റോളറാണ്. ഇത് നോർമൽ ഗേറ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഗേറ്റ് എപ്പോഴും സ്ലൈഡിങ് ഗേറ്റ് ആയിരിക്കുമല്ലോ. ആ സ്ലൈഡിങ് ഗേറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റോളറാണ് ഇത്. പക്ഷെ അതേ സമയത്ത് ഇനി ഗേറ്റ് നമുക്ക് തിരിഞ്ഞു വരണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ റോളർ യൂസ് ചെയ്യും. അപ്പം ഇത് അതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം തിരിയും. അപ്പം ഇതൊരു റോളർ വീലാണ്. റോളർ വീല് തന്നെയാണ്, പക്ഷെ ഇത് നമുക്ക് മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ചില സ്ഥലങ്ങളിൽ നമ്മൾ അടിയിൽ ആംഗ്ലർ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ശരി, ഇതുപോലത്തെ ആംഗ്ലർ ഗേറ്റിന്റെ അടിയിൽ വെക്കും. സാധാരണ പൈപ്പാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ആംഗ്ലറിൽ ഓടാനായിട്ട് പ്രത്യേക വീലുണ്ട്, അത് ആംഗ്ലർ വീലാണ്. ഇതും നമ്മൾ റോളർ ഗേറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിൽ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ റോളർ വീൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ പ്രോഡക്ട്സിൻ്റെയും അപ്ഗ്രേഡേഷൻ വരുന്നതനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ ഒരു പുതിയൊരു അപ്ഗ്രേഡഡ് മെറ്റീരിയൽ ആണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് എല്ലാം നമ്മുടെ ഗേറ്റിൻ്റെ റോളർ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇനി ഗേറ്റിൻ്റെ ഹാൻഡിൽ, അതിൻ്റെ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ ശരി, ഇതൊരു സ്റ്റീൽ ഹാൻഡിലാണ്. നമ്മുടെ ഇത് വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഹാൻഡിൽ നമുക്ക് വരുന്നുണ്ട്, സിമ്പിളായിട്ടുള്ള സാധനം. ഇതെല്ലാം നമ്മുടെ ഗേറ്റിൽ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം അതിൽ തന്നെ പല സൈസുകൾ വരുന്നുണ്ട്, പല ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ പ്രോഡക്ട്സ് ഈ ഗേറ്റ് സംബന്ധമായിട്ട് വരുന്നുണ്ട്. ഇനി ഗേറ്റ് വന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് നിർത്തുന്ന അതിനൊരു മാട്ടി സ്റ്റോപ്പർ എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ഇങ്ങനെ പിടിച്ചിട്ടെടുക്കുന്നത്. ഇത് മാട്ടി സ്റ്റോപ്പറാണ്. ഈ പ്രോഡക്റ്റൊക്കെ നമുക്ക് ഇത് ചില ആൾക്കാർ ചിലപ്പോൾ നമുക്കിത് ഉണ്ടാക്കേണ്ടി വരുമെന്നൊക്കെ പറയും, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആണ്. ഇനി ഈ ഗേറ്റ് ഓടുന്ന സമയത്ത് തന്നെ അതിലൊരു ബുഷ് വന്നിട്ട് ഇതായിരിക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒരു ഫൈബർ ബുഷാണ്. ഈ ബുഷിൽ തന്നെ ഫൈബർ അല്ലാത്ത സാധനവും വരുന്നുണ്ട്. ഫൈബർ ഇപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് സാധനമാണ്. ഇത് ചിലപ്പോൾ തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആവും. ഫൈബർ ആകുമ്പം കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ വരുന്നൊരു പ്രോഡക്റ്റാണ്. ഇനി ഈ ചില സ്ഥലങ്ങളിൽ ഗേറ്റ് വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു പൈപ്പ് വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പം അതിനും ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇത് എല്ലാം ഇതിൽ ഹോളുണ്ട്. ഇത് വന്നിട്ട് ചുവരിൽ ആങ്കർ ബോൾട്ട് ഇട്ടിട്ട്, അത് ഞാൻ പരിചയപ്പെടുത്തരാം. ആങ്കർ ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൽ വന്നിട്ട് ഗേറ്റ് സ്റ്റോപ്പ് ആവും. അത് ആങ്കർ ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് ഈ ഉണ്ടല്ലോ ഇത് ഊരിയെടുക്കും. എന്നിട്ട് ഇത് അടിച്ച് കയറ്റിയിട്ട് ഈ സാധനം തിരിക്കുന്നതോറും ഇത് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇതവിടെ പിടിച്ചിരിക്കും. തന്നെയാണ് ആങ്കർ ബോൾട്ട് എന്ന് പറയുന്നത്. ഇത് തന്നെ പല സൈസിൽ വരുന്നുണ്ട്. അവിടെ 8 mm, 6 mm, അങ്ങനെ 10 mm, അങ്ങനെ പല സൈസിൽ ആങ്കർ ബോൾട്ട്സ് അവൈലബിൾ ആണ്. ഇനി ഈ ഗേറ്റ് തന്നെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇത് ആ ഗേറ്റ് വന്നിട്ട് പൈപ്പ് വന്നിട്ട് ഓടി വന്നിട്ട് നിൽക്കാനുള്ളതാണ്. ഇതിൽ 4 സപ്പോർട്ട് വരുന്നുണ്ട്. ഇത് 4 സപ്പോർട്ടുള്ള സാധനമാണ്. അതിൽ തന്നെ 2 സപ്പോർട്ട്. അത് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പം നമ്മുടെ ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ 4ൻ്റെ തന്നെ വേറൊരു വേർഷനാണ്. അപ്പം ഇത് എല്ലാം ഗേറ്റിൻ്റെ ഫിറ്റിങ്സിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് അടുത്ത ഗേറ്റിൻ്റെ ഒരു മെയിൻ പാർട്ടിൽ വരുന്നതാണ് നമ്മുടെ പിന്നും ബുഷ്. ഇത് നമുക്ക് ഗേറ്റിൻ്റെ അടിയിൽ ഇത് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇതിൽ തന്നെ ഇതിനെ ഈ റൗണ്ട് ഹിഞ്ചസ്, ഇതിനെ ഹിഞ്ചസ് എന്ന് പറയും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ഈ റൗണ്ട് ഹിഞ്ചസിൽ തന്നെ നമുക്കൊരു സ്ക്വയർ ഹിഞ്ചസും കൂടെ വരുന്നുണ്ട്. സ്ക്വയർ ഹിഞ്ചസ് ഇത് സ്ക്വയർ ഇഞ്ചസ് ആണ്. അത് റൗണ്ട് ഇഞ്ചസ്, ഇത് സ്ക്വയർ ഇഞ്ചസ്. ഇതിലൊരു ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സാധനമാണെന്ന് പറയാം. പിന്നെ ചില ചെറിയ ഗേറ്റുകൾക്ക് നമ്മൾ ലോറി ഇഞ്ചസ് എന്ന് പറയും. ഇത് ഇരുമ്പിലുള്ള ഇഞ്ചസ് ആണ്. ഇതെല്ലാം അടയ്ക്കാനും തുറക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് ഇപ്പോൾ 1.5 ഇഞ്ച്, 2 ഇഞ്ച്, അതിലും വലിയ ഇഞ്ചസ് ഉണ്ട്. വലിയ വലിയ ഗേറ്റുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ഗേറ്റിനായിരിക്കില്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചെറിയ തുറക്കാനും അടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ലോറി ഇഞ്ചസ് എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക് മാറുന്നതാണ്. അടുത്ത നമുക്ക് ഞാൻ പരിചയപ്പെടുത്തും സ്ക്വയർ പ്ലേറ്റ്. നമ്മുടെ ഇതൊരു സ്ക്വയർ പ്ലേറ്റാണ്. ഇത് ഗേറ്റിൻ്റെ ആവശ്യത്തിനാണെന്ന് ഞാൻ പറയുന്നില്ല. പലപ്പോഴും നമ്മുടെ പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്ത് ഇതിലായിരിക്കും ചിലപ്പോൾ വെൽഡിങ് പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഹോളുള്ള ടൈപ്പ് വരുന്നത്. ഈ ഹോളുള്ള ടൈപ്പ് എന്ത് ചെയ്യും,
നമ്മൾ നേരത്തെ പറഞ്ഞ ആങ്കർ ബോൾട്ട് ഇതിലിട്ട് ഇത് നമ്മൾ ചിലപ്പോൾ ചുമരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഫിറ്റിങ്സ് അല്ലെങ്കിൽ പൈപ്പ് ഇതിൽ വെൽഡ് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അതിനാണ് നമ്മുടെ സ്ക്വയർ പ്ലേറ്റുകളെന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ടവർ ബോൾട്ട് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. വേറൊന്നുമല്ല, നമ്മൾ ഗേറ്റ് വരുന്നു, ഇതാ ഈ സാധനം ഇങ്ങനെ തറയിലേക്ക് ഇടുന്നു. ഇതിന് ടവർ ബോൾട്ട് എന്ന് പറയും. അപ്പം ഇതിൻ്റെ തന്നെ ഒരുപാട് സൈസുകൾ വരും കേട്ടോ. ഇത് വലിയ സൈസ്, അതിൽ ചെറിയ സൈസ്. അത് നമ്മുടെ ഹൈറ്റ്, നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ടവർ ബോൾട്ടുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ നമ്മുടെ ഭാഷയിൽ ഓടാമ്പലം എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗേറ്റ് വരുന്നു, നമ്മൾ ഈ സാധനം ഇടുന്നു, ലോക്ക് ചെയ്യുന്നു. അപ്പം ഇതിന് ഓടാമ്പലം. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ പല സൈസുകൾ വരുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസ് വരുന്നുണ്ട്, അല്ല അതിനെക്കാട്ടിയും ചെറിയ സൈസ് വരുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഇത് ഓടാമ്പലം എന്നുള്ളൊരു സെക്ഷനിലേക്കാണ് മാറുന്നത്. അപ്പം അടുത്ത നമുക്ക് ഗേറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം, ഗേറ്റിലെന്നല്ല, ഗേറ്റിൽ തന്നെ ഞാൻ പറയാം. ഇത് നമ്മൾ വീട് ഒരു ഗേറ്റ് വയ്ക്കാനായിട്ട് നമ്മൾ ചുമര് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ആ ചുമരിൽ ഈ സാധനം, ഇത് ആംഗ്ലിയറിൽ ഒരു ഹിഞ്ചസോടുകൂടിയ സാധനമാണ്. ഇതിനെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്കായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഗേറ്റ് എടുത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോഡക്റ്റും അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഡമ്മി വാഷർ. ഇതിപ്പോൾ ഗേറ്റിൻ്റെ കാര്യത്തിനല്ല, ഇത് നമ്മുടെ റൂഫിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പുകൾ വയ്ക്കുമല്ലോ, ഈ പൈപ്പിലേക്ക് വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് അടയ്ക്കാനായിട്ട്. അപ്പോൾ അത് എത്ര ഇഞ്ചിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്, ആ പൈപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ഡമ്മി വാഷേഴ്സ് പല സൈസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സ്ക്വയർ പ്ലേറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 4x4 സ്ക്വയർ പ്ലേറ്റ്, 5x5 സ്ക്വയർ പ്ലേറ്റ്, 6x6, 8x8, 10x10 വലിയ സൈസ് സ്ക്വയർ പ്ലേറ്റുകൾ വരെ ഉണ്ട്. ഇത് നമ്മൾ വലിയ സ്ട്രക്ചറുകൾ യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ സ്ക്വയർ പ്ലേറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും ഏറ്റവും വലുതൊന്നും അല്ല. ആണോ, വലിയ സ്ക്വയർ പ്ലേറ്റുകൾ തന്നെ, ഇതിലും വലിയ സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് കേട്ടോ. ഇത് ആ ഒരു ഹെവി കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഈ ഡമ്മി വാഷർ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ, ചെറിയ ഡമ്മി വാഷറുകൾ വരെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ആലോചിക്കും, ഇപ്പം നമ്മളൊരു റൂഫ് നമ്മൾ ചെയ്യാണ്, റൂഫ് ചെയ്യുമ്പോൾ ഒരു പൈപ്പ് നമ്മൾ എങ്ങനെ നമ്മുടെ പാരപ്പറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള ഒരു ഷെയ്ഡിൻ്റെ മുകളിൽ നിൽക്കുന്ന സാധനത്തിന് പാരപ്പറ്റ് എന്ന് പറയുന്നത്, അതിൽ നമ്മൾ എങ്ങനെ ഈ സാധനത്തിനെ കൊണ്ടെത്തിക്കും? അതിന് വേണ്ടിയിട്ട് നമുക്ക് നട്ടും ബോൾട്ടും, ഇതൊരു 10 mm നട്ടും ബോൾട്ടുമാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരപ്പറ്റിനെ ഹോളടിച്ചിട്ട് ഈ ബോൾട്ട് അതിലേക്ക് കടക്കും. അപ്പോൾ ഇത് കടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതുപോലുള്ളൊരു ഉദാഹരണത്തിന് ഇതുപോലൊരു പ്ലേറ്റ് എടുക്കും, എന്നിട്ട് ഈ പ്ലേറ്റിലേക്ക് ഈ ബോൾട്ട്, അപ്പോൾ ഇത് വെറുതെ വെച്ചില്ല, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സപ്പോർട്ടായി ഇതിട്ട് നമ്മുടെ പാരപ്പറ്റിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിലായിരിക്കും പിന്നെ വെൽഡിങ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള പർപ്പസിനും ഇത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് പരിചയപ്പെടുത്താനായിട്ടുള്ളത്, ഇനി ഈ പൈപ്പുകൾ നമ്മൾ റൂഫ് ചെയ്യുമ്പോൾ ഈ പൈപ്പിൻ്റെ അകത്തൊക്കെ കടന്തൽ കൂട് വയ്ക്കുക, അല്ലെങ്കിൽ ഈ പല പല ജീവികൾ കയറും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും ഉണ്ട് കേട്ടോ.
അതിന് ഇതുപോലുള്ള അടപ്പുകൾ, പ്ലാസ്റ്റിക് അടപ്പുകൾ വരുന്നുണ്ട്. കണ്ടില്ലേ? അത് ഓരോ സൈസ് പൈപ്പുകൾക്കും ഓരോ ടൈപ്പ് അടപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഗേറ്റിൽ തന്നെ ഡിസൈൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പം ചെറിയ ചെറിയ ഈ മുത്തുകൾ പോലെ കൊടുക്കാനായിട്ടൊക്കെ ഇത് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്ന അത് സ്റ്റീലിൻ്റെതും വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡിസൈൻസ് നമുക്ക് ഇന്ന് ഫ്രീലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പിന്നെ ഇതിൽ നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് അടുത്തത് മെയിൻ ഐറ്റം, എനിക്ക് തോന്നുന്നു ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തോന്നുന്നു. ഡെക്ക് ഒരു ഐറ്റം കൂടെ, ഇപ്പം ഗേറ്റിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കതിൽ ഡെക്വുഡ് എന്ന് പറയുന്നൊരു ഡെക്വുഡ് എന്ന് പറയും, നമ്മൾ ഡിസൈൻ കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം നിങ്ങൾ വിചാരിക്കും തടിയാണെന്ന്. ഇത് തടിയല്ല ആക്ച്വലി. ഇതിന് നമ്മുടെ ഇതിൽ ഡെക്വുഡ് എന്നാണ് പറയുന്നത്. ഇത് വന്നിട്ട് ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് വെച്ചിട്ട് ഡിസൈൻസ് ചെയ്യലുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഗേറ്റുമായിട്ടും ചെറിയൊരു ഹാർഡ്വെയർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോഴും പറയുന്നത് പോലെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മടിക്കണ്ട. ചിലപ്പോൾ മെസ്സേജുകൾക്ക് ടൈംലി റെസ്പോൺസ് തരാൻ പറ്റിയെന്ന് വരില്ല. എൻ്റെ കോണ്ടാക്ട് നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്കതിൽ ഏത് സമയത്തും വിളിക്കാം. ഇതുമായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും, അത് അഡ്വൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ നിലയ്ക്കൽ വ്ളോഗ്സിൻ്റെ വീഡിയോസ് കാണുക, അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും പറയുന്നത് പോലെ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.